വടക്കാഞ്ചേരിയുടെ മണ്ണിൽ വൻ വിളവ് നൽകി വെസ്റ്റ് ബംഗാൾ നെല്ലിനം ലാൽഗോട്ര. 120 ദിവസം മാത്രം മൂപ്പുള്ള ലാൽഗോട്ര എന്ന നെല്ലിനം കേരളത്തിൽ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. പരമ്പരാഗത നെല്ലിനങ്ങളായ ഉമ, പൊന്മണി എന്നിവയെ അപേക്ഷിച്ച് ഇരട്ടി വിളവാണ് ലാൽഗോട്ര നൽകുന്നതെന്ന് കർഷകരും കൃഷി വിദഗ്ധരും ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ADAയുടെയും കീഴിൽ ആത്മ എന്ന പദ്ധതി പ്രകാരം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലാൽഗോട്ര എന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊടുന്നൊരു നെൽവിത്ത് ഇവിടെ പരീക്ഷിക്കുന്നത്. ഈ ആത്മ എന്ന പദ്ധതിയുടെ പരീക്ഷണാർത്ഥം ഈ നെൽവിത്ത് ഇവിടെ പരീക്ഷിക്കുമ്പോൾ ഇത് കേരളത്തിന് അനുയോജ്യമായ കാലാവസ്ഥയാവോ, ബംഗാളിലെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയിലും ഈ നെല്ല് ഇത്രയ്ക്ക് വിജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ നെല്ല് വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ ഉമ നെല്ലിനേക്കാൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്ന 2 നെല്ലാണ് ഉമ, പൊന്മണി. അതിനേക്കാളും നമുക്ക് കൂടുതൽ വിളവാണ് ഇതിൽ കിട്ടിയത്. നമ്മളിപ്പോൾ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വയർ മീറ്റർ എടുത്ത് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഏക്കറിൽ നിന്നും 4200ഓളം കിലോ വരുന്ന രീതിയിലാണ് നമുക്ക് വിളവ് കിട്ടിയത്. നമുക്കിന്ന് കേരളത്തിൽ ശരാശരി 2200 ആണ് കേരളത്തിൽ ശരാശരി നമുക്ക് സപ്ലൈകോന് കൊടുക്കാൻ കഴിയുന്നത്. എന്നാലും ഇത്രയും അധികം വിളവ്, അതുപോലെ തന്നെ ഇതിന് പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. മറ്റ് നെല്ലിനങ്ങൾക്കും നമ്മൾ കേരളത്തിലെ എല്ലാ കർഷകർക്കും നമുക്ക് വളരെയധികം നെൽ കർഷകർക്ക് ഉണ്ടാകുന്ന ഓലകരിച്ചിൽ, തണ്ട് ചീയൽ എന്നീ രോഗങ്ങളിൽ നിന്നൊക്കെ വളരെ പ്രതിരോധ ശേഷിയാണ് ഈ ലാൽഗോട്രയ്ക്കുള്ളത്. പരീക്ഷണ കൃഷിയായതിനാൽ തുടക്കത്തിൽ ഒട്ടനവധി ആശങ്കകൾ നാസറിന് ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറെ യോജിച്ച നെല്ലിനമാണ് ഇതെന്ന് വിളവിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. നെൽകർഷകർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓലക്കരിച്ചിൽ, വേരുചീയൽ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വെളുത്ത അരിമണികൾ നൽകുന്ന മികച്ച ഇനം നെല്ലിനമാണ് ലാൽഗോട്രയെന്നും കർഷകന് മറ്റ് നെല്ലിനങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ലാഭം നൽകുന്ന ഇനത്തിൽ വിത്ത് ആവശ്യക്കാർക്ക് നൽകുമെന്നും നാസർ വ്യക്തമാക്കി. അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ സുജിത് PG, വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിബിൻ MN തുടങ്ങിയ ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി അംഗങ്ങളും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. പുതിയൊരു വിത്താണ്, ഞാൻ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ വിത്ത് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് നല്ല വിളവ് നമുക്ക് കാണുന്നുണ്ട്. നാസറിനെ സംബന്ധിച്ച് നല്ലൊരു കർഷകനാണ് എന്ന് ആത്മായോഗത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കാനും മറ്റുള്ളവർക്ക് കൃഷിരംഗത്തേക്ക് അവരെ ആകർഷിക്കാനും ഒക്കെ നല്ലൊരു ചർച്ച ചെയ്യാൻ ഉഷാറാണ് നാസർ യോഗത്തിൽ. അന്ന് തന്നെ നാസറിന് ചോദിച്ചു, നാസർ കൃഷി എത്ര സ്ഥലത്ത് ചെയ്യുന്നത്? അപ്പോൾ നാസർ 30 ഏക്കറോളം സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് നാസർ പറഞ്ഞത്. നല്ല ലാഭമുണ്ട് എന്ന് നാസർ പറയുകയുണ്ടായി. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്കറിയാം കൃഷിരംഗത്ത് നിന്ന് ആളുകളൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ള നെല്ലൊക്കെ മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നെല്ല് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കർഷകരൊക്കെ മുന്നോട്ട് വരുന്നതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് വലിയൊരു മാറ്റം നമുക്ക് സമൂഹത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആത്മ പദ്ധതി പ്രകാരം യുവ കർഷകൻ നാസർ മങ്കർ നടത്തിയ പരീക്ഷണ കൃഷിയാണ് വൻ വിജയം കണ്ടത്. വടക്കാഞ്ചേരി മേലേതിൽ പാടശേഖരത്തിലിറങ്ങിയ കൃഷിയുടെ കൊയ്ത്തുത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.